നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം വീണ്ടും ഒരു ചർച്ചാ വിഷയത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. പൊളിറ്റിക്കലി ഒരു ഹോട്ടായിട്ടുള്ളൊരു ടോപ്പിക്കായി മാറി. അപ്പം ഈ വിഴിഞ്ഞം പോർട്ടിൽ സംഭവിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത്, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ അല്ല നമ്മൾ നോക്കുന്നത്. സാധാരണക്കാർക്ക് നമ്മുടെ ഇന്ന് ഇവിടെ ഈ പോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ഈ ട്രാൻസാക്ഷൻ്റെ ഒരു എന്തിനെപ്പറ്റിയാണ് ചർച്ച എന്നറിയാനായിട്ടുള്ളൊരു ഒരു ഒരു റിസർച്ച്ഡ് വെർഷനാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്തൊരു അഭിപ്രായമല്ല, ഒരു ഒപ്പീനിയൻ അല്ല, ഒരു നറേറ്റീവ് അല്ല. എൻ്റെ ഒരു ഉദ്യമം എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വസ്തുനിഷ്ഠമായ ഒരു അറിവാണ്. അപ്പം ഞാൻ കുറച്ച് ഈ എഗ്രിമെൻ്റ് കാര്യം കാണാതെയാണ് പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കുന്നതെന്നൊരു ഇത് കിട്ടി. ഈ എഗ്രിമെൻ്റ് ആ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പബ്ലിക്ലി അവൈലബിൾ ഡോക്യുമെൻ്റ് തന്നെയാണ് ഈ എഗ്രിമെൻ്റ്. ആ എഗ്രിമെൻറ്റിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കി. ഈ ഓഹരി കൈമാറ്റത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടീഷൻസാണ് ഇവർ തമ്മിൽ എഗ്രി ചെയ്തിരിക്കുന്നത്. അത് കേരള ഗവൺമെൻറ്റും അദാനിയുടെ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്. അപ്പം ഇന്ന് എന്താ പ്രശ്നം എന്ന് പറയുന്നത്, MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു സബ്സിഡറി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആമുണ്ട്. ഈ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്ന TIL, അവർക്ക് 49% ഷെയർ കൈമാറ്റം ചെയ്യണം എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താ, എഗ്രിമെന്റിൽ ഇങ്ങനെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിന് കൈമാറ്റം ചെയ്യാനുള്ള അധികാരം അദാനി ഗ്രൂപ്പിനുണ്ടോ, അതല്ല ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ സബ്ജക്റ്റ് ടു എന്തൊക്കെ കണ്ടീഷൻസ് ആണ്. ഇതാണ് നമ്മൾ ഒരു പ്രൈമറി ആയിട്ട് നോക്കിയതും. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രെയർ അപ്രൂവൽ വേണം എന്നാണ് അതിൻ്റെ അകത്തെ ഒരു ക്ലാസ്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രെയർ അപ്രൂവൽ ഇല്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സംഭവിക്കില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു കണ്ടീഷനായിട്ട് ഞാൻ കാണുന്നത്. അതിനകത്ത് ഒരു 51% 51% ലോക്കിനുണ്ട്. അതായത് ഒരു 100% ഇക്വിറ്റി ഹോൾഡിങ്ങിൽ 51%, അതാണ് ഒരു മെജോറിറ്റി. ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ് ഉള്ളൊരു ഒരു ഓർഗനൈസേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പം ആ നിയന്ത്രിക്കുന്ന 51% ഇക്വിറ്റിയും അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത്. അല്ലെങ്കിൽ ഈ പറയുന്ന 49% വേറെ ആർക്ക് വിൽക്കുന്നെങ്കിലും അത് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അവർക്ക് ചെയ്യാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു പ്രെയർ പെർമിഷൻ ഗവൺമെൻറ്റിൻ്റെ ഇത് വാങ്ങിക്കണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 26% എന്ത് ചെയ്യണം, 25% അക്വിസിഷൻ ട്രിഗർ എന്താണ്, ബോർഡിൻ്റെ കൺട്രോൾ എന്താ, ഇതിനെപ്പറ്റിയൊക്കെ വലിയ കാര്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലോസസ് ഈ എഗ്രിമെൻറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളപ്പോൾ എന്ത് പറ്റി, ഇപ്പോൾ ഉള്ള കോൺട്രവേഴ്സി, അദാനി ഇത് മറ്റവർക്ക് വിറ്റില്ലയോ എന്നൊക്കെ ഉള്ളൊരു കോൺട്രവേഴ്സിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇത് നാഷണൽ ഹൈവേ ഇതുപോലുള്ള ഇതിലെല്ലാം ഈ PPP മോഡലിൽ ഇത് അലൗഡാണ്. ഈ നാഷണൽ ഹൈവേ ഒക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൂടി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പണം ചിലവാക്കാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ NHAIക്കോ മറ്റോ പണം മുടക്കി ഇത് ചെയ്യാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇതിനെ ത്വരിതപ്പെടുത്താൻ വേണ്ടി പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിനോട് കൺസെഷൻ എഗ്രിമെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ അവർ ഈ പറയുന്ന പ്രോജക്ട്സ് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ഈ കൺസെഷൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ പണി മുഴുവൻ കയ്യിൽ നിന്ന് പണം ചിലവാക്കി കംപ്ലീറ്റ് ചെയ്യുകയും ആ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 15 വർഷം ഇതിൻ്റെ മെയിൻ്റനൻസും മറ്റുമൊക്കെ നടത്തുകയും അതിന് സർക്കാർ ഒരു ആനുവിറ്റി ആയിട്ട്, ഒരു ആനുവൽ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കും. അതിൽ നിന്ന് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും മെയിൻ്റനൻസിൻ്റെ തുകയും റിക്കവർ ചെയ്യാനുള്ളൊരു മോഡലാണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ കുറവുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ആളുകളോ ക്യാപിറ്റൽ ഉള്ളവരുടെ കയ്യിൽ നിന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ച് അതിനൊരു റിട്ടേൺ, മാന്യമായ റിട്ടേൺ കൊടുക്കുന്ന രീതിയാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് വേണം നമുക്ക് ഈ വിഴിഞ്ഞത്തിൻ്റെ പോർട്ടിനെ കാണാൻ. കാരണം ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങും മറ്റുമൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുള്ളൂ.
അപ്പോൾ അതിനൊരു വയബിലിറ്റിക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റ് നടക്കട്ടെ, ഇതൊരു സോഷ്യലി റെലവൻറ്റ് പ്രോജക്റ്റാണ്, അതുകൊണ്ട് എക്കോണമിക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ ഗവൺമെൻറ് തന്നെ കുറച്ച് പണം അഡീഷണൽ ആയിട്ടും കൊടുത്തു. അതിനാണ് നമ്മൾ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ MSC ഗ്രൂപ്പ് ഇവിടെ വന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്, പ്രയോജനമില്ല എന്നുള്ളത് ഒരു കോൺട്രവേഴ്സിയോടെ നിൽക്കട്ടെ. അത് അവരൊരു കുത്തകയാണോ മുതലാളിയാണോ അല്ലയോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ന് ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റിക്ക് 49% ഷെയർ വിറ്റ് ഒരു മൊബിലൈസ് ചെയ്യാൻ, അതായത് എനിക്ക് തോന്നുന്നത് അവരുടെ ടോട്ടൽ മൊബിലൈസേഷൻ പറയുന്നത് ഏതാണ്ട് ഒരു അതിൻ്റെ വാല്യൂസ് അങ്ങനെ നിൽക്കട്ടെ. എന്തായാലും ഒരു 13,000 കോടി രൂപയോളം MSCയിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുമെന്നും അത് ഇവിടെ തന്നെ ഇതിൻ്റെ അടുത്ത ഫേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിനകത്തൊരു കൺസേൺ വരേണ്ട കാര്യം എന്ന് പറയുന്നത് MSC എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ അല്ല. അതായത് ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റിയോ ഒക്കെ വരുന്ന ഇപ്പോൾ തമാസക്ക് വന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റർ അല്ല. ഇവർക്ക് ഈ പറയുന്ന ഷിപ്പിംഗ് ആക്ടിവിറ്റീസുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ഗ്രൂപ്പാണ്. അവർക്ക് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ്, ഭീമം ആകാരം ലോകത്തെ ഏറ്റവും വലിയ ഒരു ഷിപ്പിംഗ് കമ്പനിയാണ് ഈ MSC എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു കുത്തകയായി പോകുമോ എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു പേടി. അതുണ്ടാകില്ല എന്നുള്ളൊരു കൗണ്ടർ നെറേറ്റീവ് ഒക്കെ ഉണ്ട്. എന്തായാലും ഒരു രീതിയിലും നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിനൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അദാനിയുടെ ഒരു ബിസിനസ് സ്ഥാപനമാണ്, അവർക്ക് ഒരു വാല്യുവേഷൻ നല്ലതാണ്. ആ വാല്യുവേഷൻ നല്ലതാണെങ്കിൽ അവർ നാച്ചുറലി ഒരു നല്ല വാല്യുവേഷനിൽ അവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യും. അതാണ് അവരുടെ എക്സിറ്റ് റൂട്ട്. അത് അവരുടെ ഇൻവെസ്റ്റേഴ്സിനും അവരുടെ ഷെയർ ഹോൾഡേഴ്സിനും എന്താണോ ഏറ്റവും നല്ലത് അതൊരു മാനേജ്മെന്റ് ഡിസിഷനായിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ കോൺട്രവേഴ്സി? ഈ കോൺട്രവേഴ്സി ഒരു 49% ഒരു സ്റ്റേക്ക് സെയിൽ നടത്താമോ MSC പോലൊരു കമ്പനിക്ക് വിത്തൗട്ട് ഒബ്റ്റെയിനിങ് ഒരു കേരള ഗവൺമെന്റിന്റെ പെർമിഷൻ? ഇതിനകത്ത് എനിക്ക് മനസ്സിലാകാത്തത് ഈ കേരള ഗവൺമെന്റിന്റെ പെർമിഷൻ ഡിസ്കഷൻ ചെയ്യുമ്പോഴേ ചോദിക്കണം. അപ്പം ഞാനൊരു ആളുമായി എനിക്ക് നിങ്ങൾ ഇതിൻ്റെ വാല്യുവേഷൻ ഉണ്ട്, ഇതിൻ്റെ മൊഡാലിറ്റീസ് ഉണ്ട്, ഇതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്, ഇതിൻ്റെ ഷെയർ പർച്ചേസ് എഗ്രിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇവർ മാത്രമാണോ പോർട്ട് യൂസ് ചെയ്യുന്നത്, അതിന് അവർക്ക് എന്തെങ്കിലും അഡീഷണൽ റൈറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് ഈ ഒരു ഷെയർ പർച്ചേസ് എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റിൽ എത്തിക്കഴിയുന്നതിന് മുമ്പ് ഞാൻ ഈ MSCയുമായിട്ടൊരു ചർച്ച നടത്താൻ പോവുകയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമോ പോകുന്നത്? അപ്പോൾ ഗവൺമെന്റിനെ അറിയിക്കേണ്ടത് എപ്പോൾ തമ്മിലൊരു എഗ്രിമെന്റായി ഞാൻ ഈ പറയുന്ന ഷെയർസ് 49% 13,000 കോടിക്ക് വിൽക്കാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം ഇന്നാരുമായിട്ടാണ്, MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിയായിട്ടാണ്. ആ കമ്പനിക്ക് ഞാൻ ഷെയർ വിൽക്കാനായിട്ട് ഒരു അനുവാദം നൽകണം. ഇതല്ലേ നമുക്ക് ചെയ്യേണ്ടത്? ഇവിടെ എന്തിനാണ് ഒരു വിവാദം വേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് അറ്റ്ലീസ്റ്റ് ഈ വിവാദം വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് നോക്കിയത്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അപ്പം 2015 മുതൽ കഴിഞ്ഞ ഒരു 11 വർഷമായിട്ട് നടക്കുന്ന ആക്ടിവിറ്റി ആലോചിച്ച് നോക്കണം. ഏതാണ്ട് 1000 ഷിപ്പ്, 1000th ഷിപ്പാണ് ജൂണിൽ ഇവിടെ വന്നു കഴിഞ്ഞത്. ഇത്രയും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പോർട്ട് വേറെയില്ല. അതുകൊണ്ട് ഫേസ് 1 റൂറിങ് സക്സസ് ആണ്, തമ്പിങ് സക്സസ് ആണ്. ഇവിടെ നമുക്ക് ആകെപ്പാടെ പറയാൻ വെക്കണം, അവിടെ സെക്യൂരിറ്റി കുറച്ച് ആളുകൾക്കൊക്കെ ജോലി കിട്ടി, കുറച്ച് പെൺകുട്ടികൾക്ക് അവിടെ ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. കാരണം അത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഷിപ്പിങ്ങിൽ സമയം വളരെ ഇതാണ്. അപ്പോൾ വന്നാൽ ഈ ചരക്ക് മാറ്റി വയ്ക്കുക, അവർക്ക് അപ്പോഴും തന്നെ പോകാം. ഇവിടെ ഫീഡർ വെസലിലോട്ട് കയറ്റിവിടുന്നു. അപ്പോൾ ഇവിടുന്ന് കേരളം മിസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അപ്പോൾ ഇവിടുന്ന് സാധനം കയറ്റി അയക്കാനോ ഇവിടുത്തെ സാധനം മരുന്ന് ഇറക്കി വയ്ക്കാനോ ഉള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഒരു പ്രാവശ്യത്തെ ബ്ലൂ എക്കോണമിയും ഒക്കെ പറ്റി ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ട് ബഡ്ജറ്റ് സ്പീച്ചിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഹോപ്പ്ഫുള്ളാണ്. കാരണം നമുക്ക് വേറെ മാർഗമില്ല. വിഴിഞ്ഞം ഹാസ് ടു ഹാപ്പൻ. അപ്പോൾ ഈ പറയുന്ന കോൺട്രവേഴ്സീസ് ആരാണ് ഉണ്ടാക്കിയെടുക്കുന്നത്?
ഇതിൻ്റെ തൽപര കക്ഷികൾ ആരാണ്? ഈ കോൺട്രവേഴ്സി ഉണ്ടായി ഇത് ഒരു ഡിലേ ആകേണ്ട ആവശ്യം, നമുക്കറിയാം എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഫ്രൂട്ട്ഫുൾ ആയത്. ആയിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇത് സക്സസ്ഫുൾ ആയി എന്നുള്ളത് മനസ്സിലായത് ഫേസ് 1-ലാണ്. ആ ഫേസ് വരുമ്പോൾ ഇതിൻ്റെ അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ആയിട്ട് പോർട്ട് ഓപ്പറേഷൻസും ക്രൂ ചേഞ്ചും സ്റ്റഫിങ്ങും ഡീസ്റ്റഫിങ് ഇങ്ങനെ ഒരു ഇക്കോ സിസ്റ്റത്തിനകത്ത് കിടക്കുന്ന ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നാച്ചുറലി നമ്മുടെ ചുറ്റുമുള്ള ദുബായിലെ പോർട്ട് മുതൽ കൊളംബോ ആകട്ടെ, സിംഗപ്പൂർ ആകട്ടെ, ബാക്കിയുള്ള പോർട്ട്സ് എല്ലാം നമ്മളൊരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ നാച്ചുറലി ഇതിനകത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സിയും ഡിലേസും മറ്റൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ്സിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻവെസ്റ്റ്മെന്റും ഇതിനകത്ത് MSC ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, വേറെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദാനി തന്നെ അവരുടെ ഒരു പ്രൈവറ്റ് ഇക്വിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവർ സ്വന്തം ഓൺ ഫണ്ട്സ് കൊണ്ടുവരുന്നു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് വേണ്ടത് ആസ് എ ലേമാൻ ഒരു കേരള എക്കോണമി റിവൈവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ വരണം. ഫേസ് 2 വളരെ ശക്തമായിട്ട് വരണം. അതിൻ്റെ കൂടെ റിംഗ് റോഡ് ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വളരെ പോസിറ്റീവായിട്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് എത്രമാത്രം ഇഫക്റ്റീവ് ആകും എന്നുള്ളതിനെ പറ്റി നമുക്ക് കാണാം. ഞാൻ ഒരു ഗംഹോ ഒന്നും അല്ലെങ്കിലും ഞാനൊരു വലിയ പ്രതീക്ഷയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസീസും ഒക്കെ ആയിട്ട് ഒരു അലൈൻമെന്റ് ഇപ്പൊ കാണുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു മത്സരം, ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഒക്കെ വന്നേക്കാം എന്നുള്ളൊരു ഇതുണ്ട്. സിഗ്നൽസ് ആർ പോസിറ്റീവ്. അപ്പൊ നാച്ചുറലി ഈ പോർട്ടിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത്. അപ്പോൾ അദാനിയുടെ ഒരു പബ്ലിക് പോസ്ചർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ പോർട്ട് ഓപ്പറേറ്റ് ചെയ്ത് വളരെയധികം പരിചയമുള്ള ഒരാളെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അങ്ങോട്ട് പോയി ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പോർട്ട് നമ്മുടെ ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. അത് കഴിഞ്ഞ് വന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈവൻ നമുക്ക് ഈ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം 1-2 പ്രാവശ്യമൊക്കെ നടന്നിട്ടുണ്ട്. ബലൂൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിന് ഒരുപാട് ട്രോളുകൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇതൊക്കെ ആണെങ്കിലും പൊളിറ്റിക്കൽ ബിക്കറിങ്ങിന് വേണ്ടി മാത്രമായി ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. ഇതിൽ യാതൊരു രീതിയിലുമുള്ള ഒരു ലീഗൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് ഞാൻ എൻ്റെ ഒരു റീഡിങ്ങിൽ മനസ്സിലാക്കുന്നില്ല. ദർ കനോട്ട് ബി എനിത്തിങ്. അവർ വളരെ ശക്തമായിട്ട് എന്താണ്, കാരണം ഇത്രയും കമ്പനീസ് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അവർക്ക് വളരെ ശക്തമായ ലീഗൽ ടീമുള്ള ഒരു ഗ്രൂപ്പ്, അവര് ഈ പറയുന്ന ക്ലോസസിനകത്ത് പ്രയർ പെർമിഷൻ വേണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കാതെ MSCക്ക് ഓഹരി വിറ്റു എന്ന് വിശ്വസിക്കണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം നടക്കില്ല. ലീഗലി ഇങ്ങനെ ഒരു പ്രൊഫഷണലി റൺ ടീം എപ്പോഴും അവരുടെ ക്ലോസസ് പഠിച്ച് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രപ്പോസലാണ് കൊടുത്തിരിക്കുന്നത്. കേരള ഗവൺമെന്റിന് വേണമെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാടില്ല എന്നുള്ള വ്യക്തമായ ഒരു റീസൺ ആ പറയുന്ന ഡിക്ലൈൻ ചെയ്യുമ്പം അതിനകത്തുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നാച്ചുറലി ഇത് കോടതിയിൽ പോകും. അപ്പോൾ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് പ്രയർ പെർമിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല എങ്കിൽ ഇത് ഡെഫിനറ്റായിട്ടും അദാനിയുടെ സ്റ്റേക്ക് സെയിലിനെ പറ്റി നമുക്കൊരു ചെക്ക് വയ്ക്കാൻ ഒക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ 10-13,000 കോടിയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാ നമ്മുടെ എക്കോണമിക്ക് നല്ലതായിരിക്കും. കൂടുതൽ ആ തുറമുഖം കുറച്ചുകൂടെ വലിയ തോതിൽ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. അതിന് ഡിമാൻഡുണ്ട്. എസ്പെഷ്യലി ഈ ഹോർമൂസും മറ്റുമൊക്കെ ഉള്ള ഇറാൻ വാറിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഇതിന് വലിയ റെലവൻസ് കൂടി എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ മാരിടൈം ബിസിനസ്സസ് ഇതേയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുബായിൽ ഒരു പോർട്ട് വന്നതിന് ശേഷമാണ് ഓയിൽ റവന്യൂ എക്കോണമിയിൽ വേറെ ഒരു റിസോഴ്സും ഇല്ലാത്ത ഒരു എമിറേറ്റ്, ഒരു സ്റ്റേറ്റ് UAE അത് ഇന്ന് ലോകത്തെ തന്നെ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റലായിട്ട് മാറി എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ ഒരു തൽപര കക്ഷികളുടെ സ്വാധീനത്തിൽപ്പെട്ട് നമ്മൾ ഇതിന് അദാനിയെ
ബൂർഷ്വ എന്നും മൂരാച്ചി എന്നും വിളിച്ചിറങ്ങാതെ നമ്മുടെ ഒരു എക്കോണമിക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നതിനെ സ്വാഗതം ചെയ്യുക, അതിനുവേണ്ടി ഉള്ള കോൺട്രിബ്യൂഷൻസ് നടത്തുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസും എൻ്റെ ഒരു ഒപ്പീനിയനും. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നെന്ന് കാണാം. എന്നാൽ ശുഭപ്രതീക്ഷയോടെ നമസ്തേ.